തെരഞ്ഞെടുപ്പ് പ്രചരണം അതിൻ്റെ ഉച്ചസ്ഥായിയിലേക്ക് എത്തി തുടങ്ങുന്നതേ ഉള്ളൂ. പല പ്രമുഖ പാർട്ടികളും രാജ്യത്ത് അവരുടെ സ്ഥാനാർത്ഥി പട്ടിക പൂർണ്ണമായി പ്രസിദ്ധീകരിച്ചിട്ടില്ല. എന്നാൽ തെരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ എത്തുകയും ചെയ്തു. ഈ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ, കഴിഞ്ഞ 7 ദിവസങ്ങൾക്കുള്ളിൽ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 2 പേർക്കെതിരെയാണ് ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നത്. അത് വലിയ വാർത്താ പ്രാധാന്യം നേടിയ ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നത് 2 പേരിലാണ്. ഒന്ന്, പതിവ് പോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദിക്ക് കുടുംബമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലല്ലു പ്രസാദ് യാദവ് രംഗത്തെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു രീതി അനുസരിച്ച് തനിക്കെതിരെ എറിയപ്പെടുന്ന കല്ലുകൾ കൂട്ടിവെച്ച് കൊട്ടാരം പണിയുന്ന ഒരു രീതി പണ്ട് മുതലേ ഉണ്ട്. ചായക്കടക്കാരൻ എന്ന് വിളിച്ചത് വലിയ വോട്ടാക്കി മാറ്റിയാണ് 2014 അദ്ദേഹം അധികാരം ഉറപ്പിച്ചത്. ഏതായാലും കുടുംബമില്ല എന്ന് പറഞ്ഞതിന് തൊട്ടു പിന്നാലെ 140 കോടി ജനവും തൻ്റെ കുടുംബക്കാരാണെന്ന് തിരിച്ചടിച്ച് മോദി എത്തുകയുണ്ടായി. ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്ന ആരോപണം ഈ ഇലക്ട്രൽ ബോണ്ടിൻ്റെ ആരോപണമാണ്. അതും നനഞ്ഞ പടക്കമായി ബൂമറാങ്ങായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിലേക്ക് വരുമ്പോൾ അത് സുരേഷ് ഗോപിയിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. ആദ്യം ഉയർന്നു വന്ന വിവാദം ഈ സ്വർണ്ണ കിരീടവുമായി ബന്ധപ്പെട്ട വിവാദമായിരുന്നു. ആ വിവാദം ഉയർത്തിക്കൊണ്ടുവന്ന ചില കോൺഗ്രസ് ക്യാമ്പുകളും പിന്നെ അത് ഏറ്റുപിടിച്ച് ചില ഇടതുപക്ഷ ക്യാമ്പുകളും രംഗത്തെത്തിയെങ്കിലും പിന്നീട് ബുദ്ധിപൂർവ്വം അവരത് പിൻവലിക്കുകയുണ്ടായി. ഇല്ലെങ്കിൽ അവരതിൽ നിന്ന് പിന്നോക്കം പോകുകയുണ്ടായി. കാരണം ഇത് വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. സംഭവം മാതാവിന് കൊടുത്ത കിരീടമാണെങ്കിലും ചെന്നുകൊള്ളുന്നത് ഹിന്ദുക്കളുടെ മനസ്സിലാണെന്ന് തിരിച്ചറിവായിരിക്കണം. കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അതിൽ നിന്ന് മാറുന്നതായി, അതായത് അതൊരാളുടെ വിശ്വാസമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ വിവാദം അവസാനിപ്പിക്കാൻ ശ്രമം നടന്നു. പിന്നീട് ശ്രീ സുരേഷ് ഗോപി തൻ്റെ പാർട്ടി അണികളെ ശ്വാസിക്കുന്ന വീഡിയോ ആയിരുന്നു പ്രചരണ വിഷയമായി മാറിയത്. ഇതിനിടയിൽ നിലവാരം താഴ്ന്ന ചില വീഡിയോകളും പ്രചരണങ്ങളുമൊക്കെ സോഷ്യൽ മീഡിയയായി അരങ്ങ് തകർക്കും. കാരണം ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താരം ആരെയെന്ന് ചോദിച്ചാൽ അത് സോഷ്യൽ മീഡിയ തന്നെയാണ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെ ഈ കേരളത്തിൽ BJPയും കോൺഗ്രസും CPM ഒക്കെ വിളിച്ച് യോഗം കൂടുകയും ചായയും ബിരിയാണിയും നൽകുകയുമൊക്കെ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. സോഷ്യൽ മീഡിയ വലിയ സ്വാധീനം തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ ചെലുത്തുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ചെറിയ വാർത്തകൾ പോലും വലിയ പ്രചാരണം ഉണ്ടാകുന്നു. ഒപ്പം തന്നെ വീഡിയോ ക്ലിപ്പിങ്സുകളൊക്കെ ഏത് രീതിയിൽ വേണമെങ്കിലും എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കാവുന്ന ഒരു സ്ഥിതിയുമാണ് ഇപ്പോഴുള്ളത്. ഏതായാലും തൻ്റെ പാർട്ടി അണികളെ ശ്വാസിക്കുന്ന ആ വീഡിയോ വലിയ വിവാദം ഉണ്ടാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ ചില മോശം വീഡിയോകൾ പുറത്തു വരുന്നത്. അതായത് സുരേഷ് ഗോപി സ്ത്രീകളെ കെട്ടിപ്പിടിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു പ്രചരണ രീതി പോകുന്നു. പക്ഷേ അതിനെയെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് അദ്ദേഹം ചെല്ലുന്നിടത്തെല്ലാം വലിയ രീതിയിലുള്ള സ്ത്രീ പങ്കാളിത്തമാണ് പ്രതിപക്ഷത്തെയും ഞെട്ടിക്കുന്നത്. ഏറ്റവും ഒടുവിലായി വന്ന വിവാദം കലാമണ്ഡലം ഗോപിയുടെ പേരിൽ എത്തിയ അദ്ദേഹത്തിൻ്റെ മകൻ ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. അതായത് സുരേഷ് ഗോപിക്ക് വേണ്ടി ആശീർവാദം നൽകണം, അത് അദ്ദേഹത്തിന് അവാർഡുകൾ നൽകും എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു ആരോപണമായിരുന്നു. പക്ഷേ ആരോപണത്തിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല. കെ രാധാകൃഷ്ണന് വേണ്ടി വോട്ട് ചോദിക്കുന്ന വീഡിയോ, ഈ കലാമണ്ഡലം ഗോപി വോട്ട് ചോദിക്കുന്ന വീഡിയോ ശരിക്കും ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തു. അതായത് എന്തുകൊണ്ട് ഈ 2 പേരിലും കല്ലെറിയും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നരേന്ദ്രമോദിയെ സംബന്ധിച്ച് അദ്ദേഹം മുഖ്യമന്ത്രിയായ കാലം തൊട്ടേ ഇതുപോലുള്ള വിമർശനങ്ങൾ ഏറ്റുവന്നു. പക്ഷേ കേരളത്തിൽ സുരേഷ് ഗോപിക്കെതിരെ മാത്രമാണ് ഏറ്റവും കൂടുതൽ ആരോപണമുള്ളത്. 20 മണ്ഡലങ്ങളിലായി അനവധി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. പക്ഷേ ഈ സ്ഥാനാർത്ഥികൾക്കൊന്നുമില്ലാത്ത എന്തോ ഒരു പ്രത്യേകത സുരേഷ് ഗോപിക്ക് ഉണ്ടെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം കായ്ഫലമുള്ള മാവിലെ എറിയാൻ ആളുണ്ടാകുള്ളൂ എന്നുള്ള ഒരു പഴമൊഴി അടിസ്ഥാനമാക്കി പറഞ്ഞാൽ ഒരുപക്ഷെ സുരേഷ് ഗോപിയുടെ സാന്നിധ്യം തൃശ്ശൂരിൽ പലരെയും ഭയപ്പെടുന്നുണ്ടെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇല്ലെങ്കിൽ അടിക്കടി ഇത്തരം വിവാദങ്ങൾ കുത്തിപ്പോക്കില്ല. കേരളത്തിൽ ഒരിടത്തും ഒരു സ്ഥാനാർത്ഥിക്കെതിരെ ഇതുപോലുള്ള വിവാദങ്ങളോ പരാമർശങ്ങളോ പ്രചരണങ്ങളോ ഇല്ല. സ്വാഭാവികമായി മോദിക്കെതിരെ പ്രചരണം വരും, സ്വാഭാവികമാണത്. കാരണം മോദിയെ താഴെ ഇറക്കുക, തകർക്കുക എന്നുള്ള ഒരു ലക്ഷ്യവുമായി പ്രതിപക്ഷവും ചില സംഘടനകളുമൊക്കെ മുന്നിട്ടിറങ്ങുമ്പോൾ സ്വാഭാവികമായി വരും. കാരണം BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ നയിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് സ്വാഭാവികമായി വരുന്ന പ്രചരണങ്ങളും കമൻസും ഒക്കെയാണ്. പക്ഷേ കേരളത്തിൽ ഒരു മണ്ഡലം, തൃശ്ശൂർ മണ്ഡലത്തിൽ മാത്രം ഇത്രയേറെ വിവാദമുണ്ടാക്കി സുരേഷ് ഗോപിക്കെതിരെ പട നയിക്കുന്നവർ അവർ പറയുന്ന മറ്റൊരു കാര്യമാണ് അതിലും രസകരമായ കാര്യം. സുരേഷ് ഗോപി ഇവിടെ ഒരു മത്സരമേ കാഴ്ചവെക്കുന്നില്ല, പൊട്ടി പാളീസായി പോകും. അങ്ങനെയെങ്കിൽ എന്തിനാണ് ഇത്തരത്തിലുള്ള പ്രചരണമെന്ന് കൂടി നാം ചോദിക്കേണ്ടി വരും. അപ്പോൾ എന്തൊക്കെയോ ഭയക്കുന്നുണ്ട്. അവിടെ ചില ചലനങ്ങൾ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് എന്ന് വേണം നാം അനുമാനിക്കാൻ. ഏതായാലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇതൊക്കെ ഒരു പതിവ് കാഴ്ചയാണ്. ഇന്ത്യ ഒരുപാട് മാറിയിരിക്കുന്നു. ആഗോളതലത്തിൽ തന്നെ നാം ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും നമ്മൾ നിൽക്കുന്നത് ഏതാണ്ട് ഒരു 10-30 വർഷം പിന്നിലാണ്. അന്ന് തുടങ്ങുന്ന ഈ കുപ്രചരണങ്ങൾ ഇന്നും നമ്മൾ അതേപടി തുടരുകയാണ്. ഗോസിപ്പുകൾ, പരദൂഷണങ്ങൾ, മേമ്പൊടിക്കായി അല്പം പെണ്ണ് കേസും. ഈ ഒരു ഫോർമുല നമ്മുടെ ഈ നാട്ടിൽ നിന്നും ഇതുവരെ പോയിട്ടില്ല. പക്ഷേ മറ്റു സംസ്ഥാനങ്ങൾ ഇത്തരത്തിലല്ല പ്രചരണ വിഷയങ്ങൾ മുൻപോട്ട് പോകുന്നത്. അത് ഏകദേശം ഒരു രാഷ്ട്രീയ ലൈനിൽ തന്നെയാണ് മുൻപോട്ട് പോകുന്നത്. ഒരുപക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പ് എത്തുമ്പോഴേക്കും
കേരളത്തിൽ അടക്കം വികസന കാര്യങ്ങളും ഒപ്പം രാഷ്ട്രീയ ചർച്ചകളുമൊക്കെ ഉണ്ടാകുമായിരിക്കാം. പക്ഷേ ഇപ്പോഴും നമുക്കിഷ്ടം ഈ ഗോസിപ്പുകളുടെ പുറകെ പോകാനാണ്. നമ്മൾ മുൻപ് യൂറോപ്പിലും മറ്റും കേട്ടിട്ടുണ്ട് യെല്ലോ പേജസ് അല്ലെങ്കിൽ യെല്ലോ ജേർണലിസം അല്ലെങ്കിൽ പാപ്പരാസികൾ എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് ആ പാപ്പരാസികൾ ഏറ്റവും കൂടുതലുള്ളത് ലോകത്തെവിടെ എന്ന് ചോദിച്ചാൽ അത് കേരളത്തിലാണ്. കാരണം സോഷ്യൽ മീഡിയയിൽ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആർക്കും പാപ്പരാസിയാകാൻ എളുപ്പമാണ്. വാർത്ത ചമയ്ക്കാൻ വലിയ ബുദ്ധിയൊന്നും ആവശ്യമില്ല. കാണുന്ന കാര്യങ്ങൾ ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പല രീതിയിൽ പല വാർത്തകൾ പുറത്തു വരും. അങ്ങനെ പാപ്പരാസികളുടെ ഒരു ലോകമായി ഇത് മാറിയിരിക്കുന്നു. ഈ പാപ്പരാസികളെ ആവോളം പ്രോത്സാഹിപ്പിക്കാൻ രാഷ്ട്രീയക്കാരും കൂടി ഉള്ളപ്പോൾ സ്വാഭാവികമായി ഇത്തരം വാർത്തകൾക്ക് പഞ്ഞമുണ്ടാകില്ല. ഏതായാലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഇത്തരം ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും പ്രചരണവും ഒക്കെ തന്നെയാണ്. സത്യത്തിൽ ഇത് നമ്മുടെ രാജ്യം മുഴുവൻ ആഘോഷിക്കുന്ന വലിയൊരു ഉത്സവം തന്നെയാണ്. ഇത്തരം ഉത്സവങ്ങൾക്കിടയിലാണ് എന്തുകൊണ്ട് 2 പേർ മാത്രം ഈ രാജ്യത്ത് ആക്രമിക്കപ്പെടുന്നു എന്ന ചോദ്യം ഉയർന്നു വരുന്നത്. ഒന്ന് ദേശീയ തലത്തിൽ നരേന്ദ്രമോദിയും കേരളത്തിലെ സുരേഷ് ഗോപിയും. ഏതായാലും 2 പേരിലും എന്തോ പ്രത്യേകതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. കാരണം ഒരു വ്യക്തിയെ കൂടുതൽ ആളുകൾ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ ആ വ്യക്തിക്ക് അല്പം കഴിവുണ്ട് എന്ന് നമുക്ക് തോന്നേണ്ടി വരും. അല്ലാതെ വെറുതെ ഇരിക്കുന്നവനെ ആരും ആക്രമിക്കാറില്ല. അതുകൊണ്ടായിരിക്കണം 10 മണ്ഡലത്തിലും ആർക്കും ആരെയും ആക്രമിക്കേണ്ടാത്തത്. ഒരുപക്ഷെ സുരേഷ് ഗോപിക്ക് ഈ മൈലേജ് കിട്ടുന്ന ഈ പ്രചരണമായിരിക്കും. ഏതായാലും പ്രചരണത്തിൽ കഴമ്പുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് കാലം തെളിയിക്കേണ്ട കാര്യമാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ മനോഹരമായ വാർത്തകൾ നമുക്ക് ഒരുപക്ഷെ കിട്ടുമായിരിക്കും. പലതരം പ്രചരണങ്ങൾ നമുക്ക് കാണാൻ കഴിയുമായിരിക്കും. ഏതായാലും കാത്തിരിക്കാം ആ നല്ല ദിനങ്ങൾക്ക് വേണ്ടി. ഏതായാലും കഴിഞ്ഞ 7 സുന്ദര രാത്രികൾ ഉണ്ടുമുറങ്ങിയും പ്രതിപക്ഷം കഴിഞ്ഞത് ഇത്തരം ആരോപണങ്ങളുടെ മെത്തയിലായിരുന്നു. പക്ഷേ 7 ദിവസം കഴിഞ്ഞപ്പോഴേക്കും പലതും പൊട്ടിപ്പൊളിഞ്ഞുപോയി. ഇലക്ട്രിക് ബോണ്ട് ഇപ്പോൾ ഒരു ബൂമറങ്ങായി അവർക്ക് തന്നെ പാരയായി തിരിച്ചടിക്കുന്നു. സുരേഷ് ഗോപിക്കെതിരെ ഉയർത്തുന്ന ഓരോ ആരോപണങ്ങൾക്കും നിമിഷ നേരങ്ങൾ പോലും ആയുസില്ലാതെ എരിഞ്ഞൊടുങ്ങുകയാണ്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. പുതിയ ആരോപണങ്ങളുമായി പ്രത്യാരോപണങ്ങളുമായിട്ടൊക്കെ ഈ രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തെത്തും. നമ്മളെ സംബന്ധിച്ച് അത് വളരെ കൗതുകകരമായ കാര്യമാണ്. ഇതിൽ കഴമ്പുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് പിന്നീട് പരിശോധിക്കേണ്ടതാണ്. ഏതായാലും അതിനൊന്നും പരിശോധിക്കാൻ ഇതുവരെ ആരും മെനക്കെട്ടതായി നാം കേട്ടിട്ടില്ല. എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും ഇത്തരം ആരോപണങ്ങൾ വരികയും തെരഞ്ഞെടുപ്പിന് ശേഷം അത് ആവിയായി പോവുകയുമാണ് പതിവ്. ഇത് തന്നെയാണ് ന്യൂസിൻ്റെ പോയിന്റ്. നന്ദി, നമസ്കാരം.